നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ. ഗംഗാതല പശ്ചിമബംഗാളിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയുണ്ടാകും. 24 മണിക്കൂറിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനറോയിലെത്തി. ഗാലിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ ബ്രസീൽ സ്വീകരിച്ചു. അർജന്റീനയിൽ നിന്നാണ് മോദി ബ്രസീലിലെത്തിയത്. 6 പതിറ്റാണ്ടിന് ശേഷം ബ്രസീൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ സമയം വൈകിട്ട് 7-നാണ് ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ആദ്യ സെക്ഷൻ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. പ്രതിഷേധം കനക്കുന്നതിനിടെ ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ. രാവിലെ 7:15 മന്ത്രി കോട്ടയത്തെ തലിയോലപ്പറമ്പിലെ വീട്ടിലെത്തിയത്. മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയില്ലെന്ന വ്യാപക വിമർശനങ്ങൾക്കിടെയാണ് രാവിലെ മന്ത്രി എത്തിയത്. ബിന്ദുവിന്റെ ഭർത്താവിനോടും അമ്മയോടും മന്ത്രി സംസാരിച്ചു. ആശ്വാസവാക്കുകൾ നൽകിയും വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പു നൽകിയുമാണ് മന്ത്രി മടങ്ങിയത്. പ്രാദേശിക CPM നേതാക്കളുമായാണ് മന്ത്രി വീട്ടിലെത്തിയത്. നിപ്പ ബാധിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിയെ ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ജൂലൈ 1-നാണ് ഇവർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ്പ വാർഡിലാണ് പാലക്കാട് സ്വദേശിനിയായ യുവതിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. യുവതിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. ഈ യുവതിയുടെ ബന്ധുവായ 10 വയസ്സുകാരനെ രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആൻജിയോഗ്രാം മെഷീൻ കേടായി. രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തതായി പരാതി. ബീച്ച് ആശുപത്രിയിൽ ചൊവ്വാഴ്ച ആൻജിയോഗ്രാം മെഷീൻ തകരാറിലായതിനെ തുടർന്ന് രോഗികളെ ഡിസ്ചാർജ് നൽകി അയച്ചതായി പരാതി. ആൻജിയോഗ്രാം ചെയ്യാൻ കയറ്റിയ രോഗിയെ അടക്കം വാർഡിൽ ആൻജിയോഗ്രാം ചെയ്യാൻ അഡ്മിറ്റാക്കിയ മുഴുവൻ രോഗികളെയും കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തെന്നാണ് പരാതി. ഹൃദ്രോഗമുള്ള 6ഓളം പേരാണ് വാർഡിലുണ്ടായിരുന്നത്. വീട്ടിലേക്ക് പോകാനും മെഷീൻ അയാൾ വിളിക്കാമെന്നും അറിയിച്ചെന്ന് രോഗികൾ പറഞ്ഞു.